എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതിപ്പോൾ ഏത് റിലേഷനിലായാലും ഇപ്പോൾ നമ്മൾ മക്കളോട് പറയാറുണ്ട്, ഹസ്ബൻഡിനോട് പറയാറുണ്ട്, മറ്റുള്ളവരോട് ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, വർക്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പറയും, അല്ലെങ്കിൽ 2 പ്രാവശ്യം പറയും. പിന്നീട് നമ്മളത് പറയുമ്പോൾ കേൾക്കുന്ന വ്യക്തിക്ക് അതൊരു അഭിപ്രായമായിട്ട് തോന്നില്ല, അല്ലേ? അത് ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ആജ്ഞാരൂപത്തിലേക്ക് അത് മാറുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ ആളുടേതായി. അപ്പോൾ എനിക്കൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആൻഡ് പ്രൊസീജിയർ ആ വർക്കിനുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ആൾ വന്നപ്പോൾ ഇത് നമ്മൾ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുടെ രീതിയിൽ ആ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ അത് ഫോളോ ചെയ്തിരുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചില സ്റ്റെപ്പുകൾ മിസ്സാകുന്ന പോലെയും അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീഷൻ ഇല്ലാത്ത പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇതാണ്, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്ത് ഇന്ന ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും അപ്പോൾ അവർ പറയാം ഓക്കെ പിന്നെയും ഇത് തന്നെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെയും ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു 3-4 പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറിറ്റേറ്റഡ് ആയി. പിന്നെ ഞാനും ഇമെയിൽ വിടാൻ തുടങ്ങി, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. ഒരു ദിവസം ഒരു ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് ഒരു ഉറക്കെ എന്നെ കുറേ വഴക്ക് പറഞ്ഞു ഓഫീസിൽ, ഒത്തിരി പേര് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അപ്പോൾ ഞാനിങ്ങനെ വണ്ടറടിച്ചെടുക്കുക. അങ്ങനെ സൂപ്പർവൈസർ വിളിച്ച് ഞങ്ങളോട് ഇങ്ങനെ എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്, കാരണം അവർക്ക് അത് ഫോളോ ചെയ്താലേ അത് ശരിയായിട്ടുള്ള രീതിയിൽ പോവുള്ളൂ എന്നൊക്കെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പോൾ സൂപ്പർവൈസർ തിരിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ വർക്ക് ചെയ്യുന്നു, ആ വർക്ക് നന്നായിട്ട് തന്നെ പോയി, ഒരു കുഴപ്പമുണ്ടായില്ല. ഇവരും ഇവരുടെ രീതിയിൽ വർക്ക് ചെയ്യുന്നു, അത് നന്നായിട്ട് പോയി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു, പിന്നെയും നിങ്ങളത് പറയുമ്പോൾ നിങ്ങളുടെ രീതി അവരിൽ ഫോഴ്സ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനല്ലേ നോക്കുന്നതെന്ന് ചോദിച്ചു. ആ വർക്ക് അവിടെ യാതൊരു പ്രശ്നമില്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം യാതൊരു കുഴപ്പം അവിടെ ഉണ്ടാവില്ല. ഞാൻ എത്രയൊക്കെ ഒച്ച വെച്ചാലും അവിടെ ഒരു ആക്ഷൻ വരാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് നമുക്കിപ്പോൾ ഏതൊരു റിലേഷനായാലും, ഇപ്പോൾ നമ്മുടെ മക്കളോടായാലും ഒരു ഏജ് കഴിഞ്ഞാൽ, ചെറുപ്പത്തിലേ ആണെങ്കിൽ നമുക്ക് അവരോട് പറയാം, നമുക്ക് ഇതാണ് നല്ലതെന്ന് നമുക്ക് നന്നായിട്ട് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പറയും ഇന്നത് ചെയ്യണം, അത് നമ്മൾ ചെയ്തു കൊടുക്കുക, അത് ചെയ്യിപ്പിച്ചിരിക്കും. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 14-15 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസേ അവിടെയുള്ളൂ. ഇത് പിന്നീട് നമ്മൾ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇറിറ്റേറ്റഡ് ആവും. പതുക്കെ ഒരു കാര്യവും നമ്മളോട് ഷെയർ ചെയ്യാതെയോ, ഇത് പലരുടെയും ജീവിതത്തിൽ, ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിലായാലും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് അവർ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യില്ല. ഈവൻ ഒരു പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുവാണെങ്കിൽ പോലും അവർ നമ്മളോട് ഷെയർ ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അവരോട് പറഞ്ഞ് അഭിപ്രായമല്ല, അവരെ അത് ഫോഴ്സ്ഫുള്ളി അവർ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുന്നതാണ് പറയുന്നത്. അത് ഏത് റിലേഷനിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മളോട് ഒരു വ്യക്തി കണ്ടിന്യൂസ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ഇവൺ നമുക്ക് ചിലപ്പോൾ അറിയാം ഇത് ആ വ്യക്തി ചെന്ന് ചാടാൻ പോകുന്നത് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്കാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നത്. പക്ഷെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ഞാനാണെങ്കിൽ ഈ സ്ഥാനത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മക്കളോടാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളോട് പറയും, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, നിനക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇത് പറയാനുള്ള ഓപ്ഷനേ നമുക്കുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലത്ത് പാരൻസിനായാലും ബാക്കിയുള്ള ആർക്കായാലും അവർക്ക് അവരുടേതായ സെൽഫ്, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ്, ഈഗോ എന്നൊക്കെ പറയുന്ന കാര്യമൊക്കെ ഭയങ്കര ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഭിപ്രായം പറയുമ്പോൾ അത് ആജ്ഞയാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.